ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഒരുക്കപ്പെടുകയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ 2 ക്ലിപ്പുകൾ കഴിഞ്ഞ ദിവസം കാണുവാനിടയായി. അത് കണ്ടപ്പോൾ ശരിക്കും ഒരു ഭാരം, ആത്മീയമായി നമ്മുടെ ആത്മീയ ലോകം അധപ്പതിച്ചല്ലോ എന്ന ചിന്ത മനസ്സിനകത്ത് ഓടിയെത്തുവാനിടയായി. മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇങ്ങനെ ആത്മീയ ലോകം പോയാലോ എന്ന് ഹൃദയത്തിനകത്ത് വേദന കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു വചന ചിന്ത എൻ്റെ പ്രേക്ഷകരോട് പങ്കിടണം എന്ന് ഹൃദയത്തിൽ ആത്മാവിനാൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. ഈ സന്ദേശം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ 2 ക്ലിപ്പ്, ഞാൻ കണ്ട ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണുവാൻ ഞാൻ നൽകുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ആത്മീയ ലോകം എവിടം വരെ എത്തി നിൽക്കുന്നുണ്ട്, നമ്മുടെ തലമുറകളെ ആത്മീയ നേതാക്കന്മാർ എവിടെയാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ആയിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുവാനും അതിനുശേഷമുള്ള സന്ദേശം ശ്രദ്ധിക്കുവാനും. ഇതൊരു വിമർശന ബുദ്ധിയോടുകൂടെ ചെയ്യുകയോ ഒരാൾ ചെറുത് മറ്റൊരാൾ വലുത് എന്ന് കാണിക്കാൻ ചെയ്യുകയോ അല്ല, മറിച്ച് വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന കുറേ പിതാക്കന്മാരും മാതാക്കന്മാരും ഉണ്ട്, കുറേ യൗവന തലമുറകളുണ്ട്. അഭിഷേകത്തെ ചുമക്കുവാൻ ഈ തലമുറയിൽ ഉണർവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന കുറേ ദൈവമക്കളുണ്ട്. അവർ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് അതിൽ നിന്നും ഈ എളിയ ഒരു ദൈവദാസന്റെ ഈ സന്ദേശം ഒരു പക്ഷേ അവരെ അതിൽ നിന്നും പുറകിലോട്ട് വലിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ഇത് കാരണമാകും എന്ന ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കാണുക. ഒരിക്കലും ആരും വിമർശിക്കാനോ ആരെ വേദനിപ്പിക്കാനോ ആരെ മുറിപ്പെടുത്തുവാനോ ചെയ്യുന്നതല്ല. നമ്മുടെ ആത്മീയ ലോകത്തിന്റെ പോക്ക് കണ്ട് ഹൃദയം നൊമ്പരപ്പെട്ടിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലർക്കെങ്കിലും അത് പ്രയോജനപ്പെടും, അവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടും, ശത്രുവിന്റെ തന്ത്രത്തെ തിരിച്ചറിയുമെന്നുള്ള പൂർണ്ണ ഉറപ്പോടുകൂടെ ഈ 2 വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മുടെ ഇടയിൽ ഈ പ്രാവശ്യം പഞ്ചായത്തിൽ ഏതാണ്ട് കേരളത്തിൽ 100ഓളം ബന്ദിക്കോസ്തുകാർ ജയിച്ചു വന്നു എന്നാണ് കേട്ടത്. തുടങ്ങിയിരിക്കുന്നു. അത് മാനുഷിക ഭരണം, അത് വർദ്ധിക്കട്ടെ. നിശ്ചയമായും ബന്ദിക്കോസ്തുകാർ രാജ്യഭരണത്തിൽ പ്രവേശിക്കേണ്ടത് ദേശത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെയും ആവശ്യമാണ്. നമുക്ക് സ്വന്തമായി ഒരു MLA-യോ MP-യോ ഒക്കെ ഈ രാജ്യത്തുണ്ടാകേണ്ടത് ഈ രാജ്യത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ തീരെ ചെറിയ ഒരു സംഖ്യ അല്ല, ഒരു വലിയ സംഖ്യ പെന്തിക്കോസ്തുകാർ കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലുമുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇത് നമ്മുടെയും കൂടി അവകാശമാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണവും കാര്യങ്ങളും. ആകയാൽ അതും കൂടി ദൈവജനം ഉത്സാഹിക്കേണ്ടതും ആവശ്യമാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തി ഇതെല്ലാം ലോകമയത്വമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ശാസ്ത്രം നിർത്തി ദൈവഭക്തരായവർ, ദൈവം അകത്ത് വാഴുന്നവർ നീതിയോടെ ന്യായത്തോടെ രാജ്യത്തിന് സമ്മാനം കൊടുക്കാൻ, രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ എഴുന്നേൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ്. യുണൈറ്റഡ് പെന്തിക്കോസ്റ്റ് കൗൺസിലിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനമാണ് തിരുവല്ലയിൽ വെച്ച് നടന്നത്. ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സൗഹൃദമായി പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പെന്തിക്കോസ്ത് സമൂഹം നേരിടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഞങ്ങൾ പ്രമേയത്തിൽ കൂടെ ഇവിടെ ആവശ്യപ്പെട്ടു. ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പെന്തിക്കോസ്ത് സമൂഹത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ കേരളത്തിൽ ഞങ്ങൾക്ക് ആശുപത്രികളെ, സ്കൂളുകളെ, കോളേജുകളില്ല. ഇതൊക്കെ ഞങ്ങളുടെ ആവശ്യങ്ങളാണ്. അതുപോലെ ഞങ്ങളുടെ ചർച്ചുകൾക്ക് സംരക്ഷണം നൽകണം. ഞങ്ങളുടെ ദൈവദാസന്മാരെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ
ബോധവൽക്കരണം നടത്തുന്ന ദൈവദാസന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ ഇവിടെ നിർത്തലാക്കണം. ഈ പ്രമേയത്തിൽ കൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ ഇങ്ങനെ സഹായിക്കുന്ന മുന്നണികൾക്ക് യുണൈറ്റഡ് പെന്തിക്കോസ്റ്റ് കൗൺസിലിന്റെ വോട്ടുകൾ ഞങ്ങൾ നൽകുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദന വരാൻ തുടങ്ങി. 1-2 ദിവസം എൻ്റെ മനസ്സിനകത്ത് ഈ ഒരു വേദന വളരെ മാനസികമായി നമ്മുടെ ആത്മീയ ലോകത്തെ നോക്കിയിട്ട്, ദൈവമേ, ഞങ്ങളുടെ അടുത്ത തലമുറ എങ്ങനെയായി തീരും, അടുത്ത തലമുറയുടെ പോക്ക് എങ്ങനെയായിരിക്കും, അടുത്ത ദൈവത്തെ സേവിപ്പാൻ അടുത്ത തലമുറ ഉണ്ടാകുമോ എന്നൊരു ചിന്ത ഉള്ളിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് നൽകിയ ഒരു ചെറിയ സന്ദേശം. വിശുദ്ധ വേദപുസ്തകത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം ആണ് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ആ സമയത്ത് നൽകിയത്. അത് നിങ്ങളുമായി അല്പസമയം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളും വായിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിൽ കുറവായതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കുകയും ബാക്കിയുള്ളത് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന്റെ ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതൻ യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവ് എന്നും പേർ. അവർ ബേർഷേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴികളിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ശമൂവേൽ ആരാണെന്നറിയാം. ശമൂവേൽ ഒരു നിഷ്കളങ്കനായ ദൈവത്തിന്റെ പ്രവാചകനാണ്. ശമൂവേലിന് ശക്തനായ ഒരു പോരാളിയായിരുന്നു. കർത്താവിന് വേണ്ടി ആ തലമുറയിൽ ശക്തനായ ഒരു ന്യായാധിപൻ, അതോടൊപ്പം തന്നെ ഒരു പ്രവാചകൻ, അത്ര ശക്തനായ ദൈവമായ ഒരു ബന്ധമുള്ള മനുഷ്യൻ. എന്നാൽ അവരുടെ തലമുറ ആ വഴിയിൽ നടന്നില്ല. ഇത് കണ്ടിട്ട് ഇസ്രായേൽ മൂപ്പന്മാർ, അതിന്റെ 4-ാം വാക്യം നിങ്ങൾ വായിക്കണം. ഇസ്രായേൽ മൂപ്പന്മാർ നമ്മുടെ ശമൂവേലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ മക്കൾ ന്യായമൊക്കെ മറിച്ചു കളയുകയാണ്, കൈക്കൂലി വാങ്ങുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക്, അതിന്റെ 6-ാം വാക്യം, ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഒരു രാജാവിനെ നിയമിക്കണം എന്ന് അവർ പറയുകയാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 5-ാം വാക്യം, അവനോട് നീ വൃദ്ധനാകുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നു, ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി, സകല ജാതികൾക്കുമുള്ളതുപോലെ. കണ്ടോ, അവിടെ പറയുന്നു സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണം. അപ്പോൾ ഇസ്രായേൽ മക്കളെ ഇതുവരെയും ഭരിച്ചു കൊണ്ടിരുന്നത് യഹോവയായ ദൈവമാണ്. മിസ്രൈമിൽ നിന്ന് അടിമത്വ ചങ്ങല പൊട്ടിച്ച് കൊണ്ടുവന്നത് ഒരു രാജാവുണ്ടായിരുന്നില്ല. ചെങ്കടലിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ചെങ്കടലിനെ മുറിക്കുവാൻ ഒരു രാജാവുണ്ടായിരുന്നില്ല. ശത്രുക്കൾ വന്നപ്പോൾ യുദ്ധത്തിന് ഒരു രാജാവുണ്ടായിരുന്നില്ല. അവിടെയെല്ലാം യഹോവയായ ദൈവമായിരുന്നു അവരുടെ മുമ്പിൽ നിന്ന്. ചെങ്കടൽ ടു കനാൻ വരെ അവരുടെ മുമ്പിൽ യഹോവയായ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് യുദ്ധം ചെയ്യുവാനിടയായി. മോസസ് ഒരു വാക്കിങ്ങനെ പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ഉരുക്കുമുഷ്ടി കൊണ്ട് ഉലകം ചമച്ച മിസ്രൈമ്യ ശക്തികളെ തകർത്തുടച്ചത് ഒരു രാജാവിന്റെ പിൻബലത്തിലല്ല, ഒരു രാജ്യത്തിന്റെ പിൻബലത്തിലല്ല. യഹോവയായ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ നടത്തിയത്. ഇസ്രായേൽ മക്കൾ വേഗത്തിൽ മറന്നുപോയി. അവർ പറഞ്ഞു, ഞങ്ങളെ ഭരിക്കുവാൻ, കേട്ടോ, ഞങ്ങളെ ഭരിക്കുവാൻ. അവിടെ എന്നെ ഭരിക്കേണ്ടത് എൻ്റെ ദൈവമാണ്. കാരണം ഞാൻ തനിച്ചു പാർക്കുന്ന ജനമാണ്. ഒരു വിശുദ്ധ ജനമായിട്ടാണ് ഒരു ദൈവ പൈതലിനെ ദൈവം വേർതിരിച്ചെടുത്തിരിക്കുന്നത്.
അതുകൊണ്ടാണ് പീറ്റർ പറയുന്നത്, നിങ്ങൾ പണ്ട് അന്ധകാരത്തിലായിരുന്നു, ഇപ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വിശുദ്ധ വംശവുമായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പോൾ തെരഞ്ഞെടുത്തവൻ ആരാണ്? ദൈവമാണ്. അപ്പോൾ എന്നെ നടത്തേണ്ടത് ആരാണ്? ദൈവമാണ്. എന്റെ സഭയെ നടത്തേണ്ടത് ആരാണ്? ദൈവമാണ്. എന്റെ ശുശ്രൂഷയെ കൊണ്ടുപോകേണ്ടത് ആരാണ്? ദൈവമാണ്. ഇനി ഒരു പ്രശ്നം ഒരു രാജ്യത്തിൽ നിന്ന് വന്നാൽ, ഒരു ദേശത്തു നിന്ന് വന്നാൽ, ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് വന്നാൽ, നമുക്ക് തേർതെളിച്ച് തരുവാൻ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുവാൻ വേറൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, മറിച്ച് സർവശക്തനായ ദൈവമായിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇങ്ങനെയാണ് ഈ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തലമുറയിൽ ഇവിടെ ശമൂവേലിന്റെ അടുക്കൽ വന്നിട്ട് ചില ഇസ്രായേൽ മൂപ്പന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ ചില ആത്മീയ നേതാക്കന്മാർ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടല്ലോ. നമുക്കൊരു മന്ത്രി വേണം, നമുക്കൊരു MLA വേണം. പിന്നെ പുള്ളി പറഞ്ഞ വാക്ക് കണ്ടോ? ഭക്തിയുടെ വേഷം എന്ന് വെച്ചാൽ ഇത് ലോകമയത്വമാണ്. ശരി, ഈ മന്ത്രിയും MLAയും ഈ പഞ്ചായത്തും ഇത് ലോകമയത്വത്തിന് വേണ്ടി തന്നെയാണ്. അല്ലാതെ ലോകത്തോട് ഇഴുകിച്ചേർന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ആശയം വന്നത്. ഇസ്രായേൽ മക്കൾ ശമൂവേലിന്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാർ എന്തുകൊണ്ട് പറഞ്ഞു? അവർ ലോകത്തെ നോക്കിയപ്പോൾ ഒരു രാജാവുണ്ട്. പണ്ട് മോശ ദൈവത്തെ നോക്കിയപ്പോൾ ദൈവം അവർക്ക് വലിയവനായിരുന്നു. അതാണ് മോശ പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയില്ല. എന്താണ് മോസസ് പറഞ്ഞത്? മോസസിന് അറിയാം, ഞാൻ നോക്കിയത് ദൈവത്തിൻ്റെങ്കിലേക്കാണ്. ദൈവം എന്നോട് പറയുന്നു ഇങ്ങനെ പറയാൻ. അവരങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ചെങ്കടൽ മാറിയത്. എന്നാൽ പിന്നത്തേത് വന്ന ജനം ജാതികളെ നോക്കാൻ തുടങ്ങി. ജാതികളെ നോക്കിയപ്പോൾ ദൈവത്തിൽ നിന്നുള്ള കണ്ണു മാറി. അപ്പോൾ അവർ ചിന്തിച്ചെന്താണ്? ഞങ്ങൾക്ക് ജാതികളെ പോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന്. മനസ്സിലായോ? ഇപ്പോഴ് ഈ സഭാ നേതാക്കന്മാർ പറഞ്ഞത് എന്താണ്? ഇത് ലോകമയത്വമെന്ന് ആരും ചിന്തിക്കരുത്. ഇത് ലോകമയത്വം ഉപദേശി ഈ കുറുക്കന്മാരോട് പറയാൻ ഞങ്ങൾക്കുള്ളത് ഇത് ലോകമയത്വമാണ്. ഒരു മന്ത്രിയായാലോ MLA ആയാലോ ഒരു ദൈവ പൈതലിന് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെപ്പോലുള്ളവർക്ക് പ്രസ്ഥാനങ്ങൾക്ക് സംരക്ഷണയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ വേണ്ടിയൊന്നുമല്ല. നിങ്ങളല്ലേ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിത്യതയെ കുറിച്ച് പ്രസംഗിച്ചത്? നിങ്ങളല്ലേ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പ്രസംഗിച്ചത്? നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, നമുക്കൊരു നിത്യത മാത്രമേ ഉള്ളൂ, ജനലോകമയത്വത്തിൽ പോകരുത്. നിങ്ങളല്ലയോ പറഞ്ഞത് വസ്ത്രധാരണയെ കുറിച്ച്? അത് ലോകമയത്വത്തിലുള്ള കാര്യമെന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞത്? എങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ പാപത്തിലാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന യൗവന തലമുറകളെ വലിച്ചുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റ്. ഇത് ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഉപദേശമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ നോക്കിയല്ല ഞങ്ങൾക്ക് ദുഃഖം. നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് പാപപ്പെട്ട വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിന് നിങ്ങൾ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് ദൈവസന്നിധി നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങൾ നോക്കണം, ഇസ്രായേൽ മൂപ്പന്മാർ വന്ന് പറയുകയാണ്. അപ്പോൾ യഹോവയായ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, അവർ പണ്ട് എന്നെ വിട്ട് പോയവരാ, പണ്ട് മുതലേ അന്യജാതികളുമായി അവൾ ഇടകലർന്നു പോവുകയാണ്. ഇപ്പോഴിത് നിന്നോട് മാത്രമല്ല, നിന്നോടല്ല ഇത് പറയുന്നത്, അവർ എനിക്ക് നേരെ ചെയ്യുന്നത്. ഈ മന്ത്രി വേണം, MLA വേണം, ഞങ്ങൾക്ക് സ്കൂള് വേണം, കോളേജ് വേണം എന്നൊക്കെ പറയുന്നില്ലേ? ഇതൊക്കെ ആർക്കെതിരെ പറയുന്നതെന്നറിയണ്ടേ? എന്റെ ദൈവത്തിന് എതിരെ പറയുന്ന വാക്കുകളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അടുത്ത വാക്യം, 11-ാം വാക്യം.
9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ അവരോട് എന്ത് പറയണം? വരാൻ പോകുന്ന ഒരു രാജാവിനെ ഞാൻ നിയമിച്ചാൽ വരാൻ പോകുന്ന ചില വിപത്തുകളുണ്ട്, നിന്റെ തലമുറ അനുഭവിക്കാൻ പോകുന്ന ചില വിപത്തുകളുണ്ട്. അത് നീ ഘനമായി നീ അവരോട് പറയണം. ശമൂവേൽ എന്ത് ചെയ്തു? അതുപോലെ അവരെ അറിയിച്ചു. അങ്ങനെ രാജാവിനെ അപേക്ഷിച്ച ജനത്തോട് യഹോവയുടെ വചനങ്ങളെല്ലാം അറിയിച്ചു. പറഞ്ഞതെന്നാൽ നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതാകും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരുമാക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. ഇതെന്താ അർത്ഥം? കുതിരകളെ നയിക്കാത്ത, രഥത്തെ നയിക്കാത്ത ഒരു തലമുറ, വാളെടുക്കാത്ത തലമുറ. ഇപ്പോഴും പറയുക, നീ എന്നോടൊരു രാജാവിനെ ചോദിക്കുന്നു, ഞാൻ രാജാവിനെ തന്നു കഴിഞ്ഞാൽ നിന്റെ തലമുറകൾ നിന്റെ അടുക്കൽ നിന്നും, നിന്റെ സന്നിധിയിൽ നിന്നും, ആലയത്തിൽ നിന്നും അവർ അകന്ന് രാജാക്കന്മാരുടെ മുൻപടയായി പിൻപടയായി പോകേണ്ട ഒരു ഗതികേട് വരും. എന്നിട്ട് അവർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അവർ നിങ്ങളുടെ പുത്രന്മാർ തനിക്ക് തേരാളികളും കുതിരച്ചേവകരുമാക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അതിന്റെ അർത്ഥം എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇന്ന് നമ്മുടെ തലമുറകൾ ഒരു സുവിശേഷ യോഗം, ഒരു ക്യാമ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ രാത്രി ഇറങ്ങി പോസ്റ്ററും ഫ്ലക്സും ഒക്കെ വെക്കുന്നില്ലേ? വീട് തോറും നമ്മൾ ട്രാക്റ്റും നോട്ടീസും കൊടുത്ത് പറയുന്നില്ലേ? ഇതുപോലെ നമുക്കൊരു MLA വന്നാൽ, നമുക്കൊരു മന്ത്രി വന്നാൽ, നമ്മുടെ ഒരു MP വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സഭയും രാഷ്ട്രീയത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ വിശുദ്ധരാകേണ്ട, അഭിഷേകം ചുമക്കേണ്ട നമ്മുടെ തലമുറകളും അവരുടെ പുറകെ പോയി രാഷ്ട്രീയത്തിന് വേണ്ടി ഫ്ലക്സ് അടിച്ച് നാട്ടുകയും പോസ്റ്റർ ഒട്ടിക്കുകയും വീട് തോറും നോട്ടീസ് വിതരണം ചെയ്ത് ഈ വരുന്ന രാജാവിനെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ നമ്മുടെ MLA അല്ലെങ്കിൽ MP വേണ്ടി നേരത്തെ ചിലത് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ മാതാവേ? ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന, നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തുന്ന തലമുറകൾ നാളെ ഈ പോക്കാണെങ്കിൽ നമ്മുടെ തലമുറകൾ ശത്രുവിന്റെ പാളയത്തിലോട്ട് പോകാൻ പോവുകയാണ്. ഇനി അടുത്ത വാക്യം, 12-ാം വാക്യം, അവനവരെ 1000-50 അധിപന്മാരാക്കും. തൻ്റെ നിലം കൃഷി ചെയ്യുവാനും, ആരുടെ? രാജാവിന്റെ. തൻ്റെ വിള കൊയ്യുവാനും, തൻ്റെ പടക്കോപ്പും തേർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. എന്ന് വെച്ചാൽ പക്ക ഗുണ്ടായിസത്തിലേക്ക് നമ്മുടെ തലമുറകളെ കൊണ്ടുപോകും. ആയുധം എടുക്കാത്തവനെ ഇവനൊക്കെ വേണ്ടി ആയുധം എടുപ്പിക്കും. നമുക്കറിഞ്ഞുകൂടെ, രാഷ്ട്രീയക്കാർ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പാവപ്പെട്ട അമ്മമാരുടെ ഏക മക്കളെ അവർ ബലിയാടാക്കി തീർക്കുന്നു. ഫ്രണ്ടിൽ നിർത്തി വാളെടുത്ത് കൊടുത്ത് വെട്ടടാന്ന് പറഞ്ഞു വെട്ടുന്നു. എതിരാളികൾ അവന്റെ കഴുത്തറുത്ത് മാറ്റുന്നു. ആർക്കാ നഷ്ടം? അമ്മയ്ക്കാ നഷ്ടം. പ്രസവിച്ച അമ്മ ഏങ്ങി കരയുന്ന വർഷങ്ങളായും രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ തീരാതെ, കുടുംബത്തിനകത്ത് വന്നു കയറാൻ ചെറുപ്പക്കാർക്ക് അവസരമില്ലാതെ ഏതൊക്കെയോ നാട്ടിൽ കിടക്കുന്ന എത്രയോ തലമുറകളുണ്ട്. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും രക്ഷപ്പെടാൻ കഴിയാതെയായിരിക്കുന്ന ആയിരക്കണക്കിന് രാഷ്ട്രീയ എതിരാളികളെ ഭയന്ന് ഓടികൊളിച്ചിരിക്കുന്ന തലമുറകളുണ്ട്. അതുപോലെ നമ്മുടെ തലമുറകളും ആകാനുള്ള സമയമായി. അതാണ് ആ കുറുക്കന്മാർ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒരു MLA വേണം, നമുക്കൊരു മന്ത്രി വേണം, നമുക്ക് MP വേണം. കർത്താവ് തരാൻ പോകുകയാണ്. പക്ഷെ ഓർത്തോളണം, മാതാപിതാക്കളെ ഓർത്തോളണം, വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങിയവരെ ഓർത്തോളണം, ഉപദേശിമാരെ ഓർത്തോളണം. നമ്മുടെ തലമുറകൾ അവനിൽ കൂടെ വരാൻ പോകുന്ന വിപത്തുകൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകളും അനുഭവിക്കാൻ പോകുകയാണ്. അടുത്ത് നോക്കണം, അവർ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളും ആയിട്ടെടുക്കും.
നമ്മുടെ മക്കൾ എവിടെയാ ഇരിക്കുന്നത്? ആരാധനയിൽ ഇരിക്കേണ്ട മക്കൾ, വിശുദ്ധി നിൽക്കേണ്ട മക്കള് ഇപ്പോൾ രാജാവിന്റെ കീഴിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരും. എന്ന് വെച്ചാൽ ഇലക്ഷന്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ, റോഡുകളിൽ നിന്നൊക്കെ എഴുതി കൊടുക്കേണ്ട ഗതികേട് നമ്മുടെ യൗവന തലമുറകളായ പെൺകുട്ടികൾക്ക് വരുമെന്നാണ് ഈ തിരുവചനത്തിൽ കൂടെ ഓർപ്പിക്കുന്നത്. ഇനി അടുത്ത് നോക്കണം, ഒലിവ് തോട്ടങ്ങളും എടുത്ത് തന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കാം. ഇനി അവൻ നിങ്ങളുടെ വിളവുകളിൽ മുന്തിരിത്തോട്ടങ്ങളും ദശാംശം എടുത്ത് തന്റെ ഷണ്ണന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കാം. ഇന്ന് ദൈവസഭയ്ക്കകത്ത് ദശാംശം കൊടുക്കാത്തവന്മാരെല്ലാവരും എന്ത് ചെയ്തു? അന്ന് കൊടുക്കുമെന്നേ. ആർക്ക്? നമ്മുടെ രാഷ്ട്രീയമായിട്ട് വരില്ലേ, ഞാൻ ഇലക്ഷൻ നിൽക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ സഹായിക്കണം, ഞാൻ ജയിച്ചു വരുമ്പോൾ ഞാൻ ഇന്നത് ചെയ്യാം, സഭയോട് പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, സഭ സഹായിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനൊരു സിസ്റ്റം നമ്മുടെ കേരള പെന്തക്കോസ്തിനകത്ത് വരാൻ പോകുന്നെന്നാണ് തിരുവചനത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് ഭോഷത്വമെന്ന് ചിന്തിക്കരുത്. പക്ഷേ ഈ തലമുറയിൽ ഇത് സംഭവിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറ ഇത് കണ്ടിരിക്കും. ഈ പോക്ക് പോകുന്നത് നാശത്തിന്റെ പോക്കാണെന്ന് ദൈവസഭകൾ തിരിച്ചറിയട്ടെ. ഇനി അടുത്ത, അവൻ നിങ്ങളുടെ വിളവുകളും മുന്തിരിത്തോട്ടങ്ങളും ദശാംശം എടുത്ത് തന്റെ ഷണ്ണന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കാം. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തന്റെ വേലയ്ക്കാക്കാം. അവൻ നിങ്ങളുടെ ആടുകളിൽ 10 എടുക്കാം. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഈ വചനം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു തമാശയായി തോന്നും, ഇവന് ഭ്രാന്ത് പിടിച്ചോന്ന് തോന്നും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, എന്നാൽ ഈ പോക്കാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ദൈവത്തോട് നിലവിളിക്കും ഈ വിഷയത്തെ ഓർത്ത്. ഇനി അടുത്ത്, എന്നാൽ യഹോവ ഉത്തരമരുളുകയില്ല. എന്നാൽ ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ, അല്ല, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, മറ്റ് സകല ജാതികളെ പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കും, ഞങ്ങൾക്ക് നായകനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്, പുറപ്പെട്ട് ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വർഷം ദൈവം നടത്തി പരിപാലിച്ചു. നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വാധീനം അവർക്കുണ്ടായിരുന്നില്ല, മത സ്വാധീനം ഉണ്ടായിരുന്നില്ല. അവർ പട്ടിണി കിടന്ന് അവർ ഒറ്റപ്പെട്ടു, അവിടെ ആലയങ്ങളെ കത്തിച്ചു. എത്രയോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സുവിശേഷകന്മാരെ കൊലപാതകങ്ങൾ ചെയ്തു, എത്രയെണ്ണത്തിന് തകർത്ത് കളഞ്ഞു. ഇന്നും അനേക സുവിശേഷകന്മാരെ കാണാനില്ല. അമ്മയ്ക്ക് എവിടെയെന്ന് അറിയത്തില്ല, അപ്പൻ എവിടെയെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്നും അവർക്ക് പരാതിയില്ല. കാരണം അവർ ഭൂമിയിലുള്ളതല്ല അന്വേഷിക്കുന്നത്, ഉയരത്തിലുള്ളതാ അന്വേഷിക്കുന്നത്. ആ കുറുക്കൻ എന്ന് പറഞ്ഞത് കേട്ടോ? നമ്മൾ ലോകമയത്വത്തിൽ പോകുന്നു എന്ന് ചിലർ പറയുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതല്ലേ അത്രേ അന്വേഷിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭകളോടും ഇത് വേദപുസ്തകം പറയുന്നു. ഇത് നോക്കുക, വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഇവർ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ എണ്ണപ്പെടാത്തവർ എന്ന് വേദപുസ്തകം പറയുകയാണ്. ഹാമാൻ രാജാവിനോട് പറഞ്ഞെന്താണ്? ഇവർ നമ്മുടെ നിയമങ്ങളുമായി നമ്മുടെ കൽപ്പനകളുമായി ഒരുമിച്ചൊന്നും വരുന്നില്ല, ഇവർ ചിന്നിച്ചിതറി കിടക്കുന്നവരാ. ഹല്ലേലൂയ. നമ്മുടെ കുറുക്കന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയല്ല, നമുക്കൊരു മന്ത്രിയെ വേണം, നമുക്കൊരു MP വേണം. പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കളെങ്കിലും ഓർത്തിട്ട്, നിങ്ങളുടെ മക്കളെയും കൂടെ അവിടെ ഭാവിയെ ഓർത്തിട്ട്, നാളെ നിങ്ങളുടെ മക്കൾ ഒരു രാഷ്ട്രീയക്കാരനാകാതിരിക്കാൻ നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ സഭകൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ലിസ്റ്റിനകത്ത് ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്: കർത്താവേ, ലോകത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവസഭകളിൽ അവർ പ്രയോജനപ്പെട്ട് കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. ആ തലത്തിൽ നിന്നും നമ്മുടെ ആത്മീയ നേതാക്കന്മാർ നമ്മുടെ തലമുറകളെ ആ രാഷ്ട്രീയത്തിലേക്ക് വലിച്ച് പറഞ്ഞു വിടുമ്പോൾ
നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സഭകളുടെ പോക്ക് നാശത്തിലാണ്. നമ്മുടെ പിതാക്കന്മാർ വെള്ളം കുടിക്കാതെ നേരെ ഉടുതുണി മുക്കി മറുതുണിയില്ലാതെ, നല്ലൊരു വീടില്ലാതെ, നല്ലൊരു വാഹനമില്ലാതെ, രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ സുവിശേഷ മീറ്റിങ്ങുകൾ നടത്തി, കവലകൾ പ്രസംഗങ്ങൾ നടത്തി, വീട് തോറും ട്രാക്ടറുകൾ കൊടുത്ത് കണ്ണുനീരൊഴിച്ച് വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം ന്യായം വിധിക്കാതിരിക്കത്തില്ല. നിശ്ചയമായും സഭകളെ ദൈവം ന്യായം വിധിക്കും. ഇവിടെ എനിക്ക് ഒരു MLA വേണമെന്ന് പറയുമ്പോൾ, എനിക്കൊരു MBA വേണമെന്ന് പറയുമ്പോൾ, എനിക്കൊരു മന്ത്രി വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ആര് പോകും? പറയും. അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ ആര് പോകും? അവർക്ക് വേണ്ടി ഫ്ലെക്സ് വയ്ക്കാൻ ആര് പോകും? യേശുവിന് വേണ്ടിയല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ. പറയും. ഈ സഭകൾ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പാർട്ടിയോട് കൂടെ ചേർന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സഹോദരിമാർ ഈ രാഷ്ട്രീയ പാർട്ടിയോട് ചേരുന്നില്ലേ? കുറച്ചു നാൾ കഴിയുമ്പോൾ ആ രാഷ്ട്രീയ സ്പിരിറ്റ് നമ്മുടെ തലമുറയുടെ മേൽ കയറില്ലേ? അവിടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കും? അവിടെ വിശുദ്ധി എങ്ങനെയായിരിക്കും? അവർ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങില്ലേ? അവർ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങില്ലേ? അവിടെ അടിപിടി അക്രമത്തിന് പോകില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. അമ്മമാരോടാണ് ഞാൻ പറയുന്നത്, അപ്പന്മാരോടാ പറഞ്ഞത്. ഇതാ കർത്താവ് പറഞ്ഞു, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്ന്, ഇങ്ങനെ പഠിപ്പിക്കുന്ന, ദുരുപദേശം പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളെ വിട്ടുപോകണം. എത്രയോ ആത്മീയ കൂട്ടായ്മകളുണ്ട്. അത് ചെറിയ സംഘടനയായിരിക്കാം, 10 പേർ കൂടുന്നവരായിരിക്കാം. കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അതിൻ്റെ നടുവിൽ ഞാനുണ്ട്. കർത്താവിൻ്റെ നാമം പറഞ്ഞു വരുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ നിങ്ങളുടെ തലമുറകളും കയറി ചെല്ലുക, അവിടെ നിലനിൽക്കുക, ദൈവാത്മാവിന് കീഴ്പ്പെടുക, സഭകൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടു പോവുക. ദൈവദാസന്മാരെ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ചോദ്യം ചെയ്തുകൂടാ? എത്ര തലപ്പത്തിരിക്കുന്ന അമ്പനായിരുന്നാലും യോഹന്നാൻ സ്നാപകൻ ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചോളൂ. തെറ്റെന്ന് പറയാൻ അവൻ ആർജവം കാണിച്ചപ്പോൾ നാളെയുടെ ദിവസങ്ങളിൽ അവന്റെ തല ഛേദിക്കപ്പെട്ടു. പക്ഷേ ആ പ്രസംഗത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. സ്തേഫാനോസ് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു. പറഞ്ഞ വാക്കുകൾ ഇസ്രായേലിന്റെ ഹൃദയത്തിനകത്ത് തുളച്ചു കയറിയപ്പോൾ അവനെ കല്ലെറിഞ്ഞു വന്നു. ഒറ്റ പ്രസംഗം പ്രസംഗിച്ചുള്ളൂ, പക്ഷെ വേദപുസ്തകത്തിനകത്ത് ചരിത്ര പ്രസംഗമായി മാറി. ഹല്ലേലൂയ. പൗലോസ് ഒരു രാജാവിന്റെ മുമ്പിൽ ചെന്ന് അവനെ പ്രസംഗം കേൾക്കാൻ വിളിച്ചുകൊണ്ടുവന്നു. അവന്റെ പാപത്തെ വ്യക്തമായി വെളിപ്പെടുത്തിയപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നീട് ഒരിക്കലാകാമെന്ന് പറഞ്ഞു വിട്ടു. ഈ തലമുറയിൽ ദൈവദാസന്മാരെ, നിങ്ങൾ മൗനമായിരിക്കരുത്. ഈ കുറുക്കന്മാരെ പിടിച്ചു കെട്ടണം. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും, സഭ ഇല്ലാതെ തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കേണ്ടി വന്നാലും തന്നെ ഇടത്തോടെ നിൽക്കണം. നമ്മളെ വിളിച്ചത് മനുഷ്യനല്ല, നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നത് യഹോവയായ ദൈവമാണ്. ഒരു പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടല്ല നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്, ദൈവം നിങ്ങളെ വിളിച്ചിട്ടാണ് നിൽക്കുന്നത്. പട്ടിണി കിടക്കാൻ നിങ്ങളുടെ തലമുറ അനാഥയായി തീരുവാൻ അനുവദിക്കത്തില്ല. എൻ്റെ പ്രിയ അമ്മമാരോട് അപ്പന്മാരോട് പറയുന്നു, ഇങ്ങനെയുള്ള കുറുക്കന്മാരുടെ സെമിനാരികളിലൊന്നും നിങ്ങളുടെ തലമുറകളെ വിട്ടാൽ നാളെ അവർ രാഷ്ട്രീയത്തിന് പോസ്റ്റ് ഒട്ടിക്കാൻ പോകും, കൊടി പിടിക്കാൻ പോകും. നോക്കിക്കോളൂ, ഇവിടെ നമുക്കൊരു MLAയും മന്ത്രിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ പഠിക്കൽ അതിന് ഉപവാസം ഇരിക്കണം. മനസ്സിലായോ? അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? മാതാവേ, പിതാവേ, സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മുടെ കർത്താവിന്റെ സന്നിധി നിങ്ങൾ നോക്കണം. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെ ശക്തനായ ദൈവമാണ്. ഞാൻ ഇന്ന് ആരെയും വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ അല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഹൃദയത്തിൻ്റെ വേദന. ഞങ്ങളൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഒന്നും കണ്ടിട്ടല്ല ഇറങ്ങിയത്, ഇന്നും ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ കർത്താവിനെ മാത്രം നോക്കിയാണ് ഇറങ്ങിയത്. എൻ്റെ നീതിമാൻ വിശ്വാസത്തോടെ ജീവിക്കുന്നു. എൻ്റെ നീതിമാൻ പഞ്ചായത്ത് മെമ്പറിനെ കണ്ട് ജീവിക്കുമെന്നല്ല,
മന്ത്രിയെ കണ്ട് MLA കണ്ട് ജീവിക്കുമെന്നല്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്തോട് ജീവിക്കും. പിന്മാറുന്നെങ്കിൽ അവനിൽ പ്രസാദമില്ല എന്ന് വെച്ചാൽ ആ ദൈവത്തിന്റെ പൊന്നുമുഖം നോക്കി ഇറങ്ങാത്തവന് ദൈവപ്രസാദം ഇല്ല. ആകയാൽ വചനത്തിന്റെ തെളിവിൽ ഞാൻ ചില വാക്കുകൾ പറഞ്ഞു. വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ തലമുറ തകരാതിരിപ്പാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇതിനെതിരെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇതിനെതിരെ നമുക്ക് ഉപവസിക്കണം. നിങ്ങളുടെ തലമുറകൾ ചർച്ചിൽ വന്ന് ഉപവസിക്കുന്നു, നമ്മുടെ ചെറുപ്പക്കാർ ചർച്ചിൽ വന്ന് ഉപവസിക്കുന്നു. ഇനി ഈ കുറുക്കന്മാർ പറയുന്നത് പോലെ മന്ത്രിയും MLA ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ രാപ്പകൽ ഉപവാസങ്ങൾ എതിർക്കെത്താൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകേണ്ടി വരും. നമ്മുടെ പള്ളി ചർച്ചിനകത്ത് പിള്ളേരെ കാണത്തില്ല. ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇതിനെതിരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ കുറുക്കന്മാർ ഈ മുഖ്യസ്ഥാനത്ത് നിന്നും ദൈവം എടുത്തു മാറ്റാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശുദ്ധന്മാരും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നവരും സഭകൾ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ടെന്ന് അറിയാം. പ്രിയ ദൈവദാസരെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. നമുക്കൊരു നിത്യത, ഇവിടത്തേക്ക് വേണ്ടിയല്ല നമ്മളെ വിളിച്ചത്, നിത്യതയ്ക്ക് വേണ്ടി. ഇവർ തനിച്ചു വാക്കുന്ന ജനം, ജാതികളുടെയും എണ്ണപ്പെടാത്തവർ എന്ന വാക്കുകൂടെ എൻ്റെ വാക്കുകൾ കുത്തിടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഇത് ഷെയർ ചെയ്യുക. എല്ലാ ക്രിസ്തീയ ഗ്രൂപ്പുകളിലും നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഏതെങ്കിലും ഒരു ദൈവദാസന് ഇത് ഹൃദയത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ച അദ്ദേഹം അവിടുന്ന് ഈ പ്രവർത്തനയിൽ നിന്നൊന്ന് മാറിയാൽ അദ്ദേഹത്തിൻ്റെ സഭ മുഴുവൻ രക്ഷപ്പെടുവാൻ്റെയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞു, സ്തോത്രം പറഞ്ഞു വാക്കുകൾ കുത്തിടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.